നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ ആരുടെയും സമ്മതമില്ലാതെയാണ് ഈ വിവാഹം നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ തെളിവായി അന്നത്തെ വീഡിയോ പോലും ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത നവവധുവിനെ ഇല്ലാതാക്കാൻ നമ്മൾ നടത്തിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഈ അപകടമെന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കും. അതിനുവേണ്ടി നമ്മുടെ ബിസിനസിന്റെ എതിരാളികൾ തന്നെ ആളെ ഇറക്കാൻ സാധ്യതയുണ്ട്. അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാൽ പിന്നെ അത് മതി അന്വേഷണം ഉണ്ടാവാൻ. അങ്ങനെ ഒരു അന്വേഷണം വന്നാലും ആ ഇലക്ട്രീഷ്യന്റെ തലയില് കുറ്റെല്ലാം കെട്ടിവെച്ച് നമുക്ക് തലയൂരാവല്ലോ. പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല 4 ഇടി കിട്ടുമ്പോ അവൻ സത്യമെല്ലാം വിളിച്ചു പറഞ്ഞ പിന്നെ ബാക്കിയുള്ള നമ്മുടെ ജീവിതം ജയിലിനുള്ളിലായിരിക്കും. അപ്പോ ഗംഗ ഇനി ഒന്നും ചെയ്യണ്ടെന്നാണ് നാത്തും പറയുന്നത്? അല്ല, ഗംഗയെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ അവളുടെ ജീവിതം അവസാനിപ്പിക്കണം. പക്ഷേ അതിങ്ങനെയൊന്നും പോരാ. അവളില്ലാതായതിന്റെ പേരിൽ നമ്മളാരും ജയിലിൽ പോവാൻ പാടില്ല. എല്ലാ പഴുതും അടച്ചായിരിക്കണം നമ്മുടെ പ്ലാൻ. ഒരു കാരണവശാലും പിടിക്കപ്പെടരുത്. അതെ, നാത്തും പറഞ്ഞത് വളരെ ശരിയാ. അങ്ങനെ വേണം ചെയ്യാൻ. കണ്ടോടി, നീ മനസ്സിൽ കണ്ടത് നാത്തു മരത്തിൽ കണ്ടത് കണ്ടോ? അവരിത്രയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മളെക്കാളൊക്കെ കാഞ്ഞ ക്രിമിനലാ നാത്തു. ഗംഗ ഇന്ന് തീർന്നിരുന്നെങ്കിൽ നാത്തൂൻ ആ കുറ്റം നമ്മുടെ തലയിൽ കെട്ടിവെച്ചേനെ. അതെങ്ങനെ? ഇത്രയും ചിന്തിച്ചെടുത്ത നാത്തൂൻ അതിനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ടാവില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്നതും സംസാരിച്ചതും രാഹുലായിരുന്നെങ്കിലും എല്ലാം നീ പറഞ്ഞിട്ടാണെന്ന് അവൻ പറയും. രാഹുലിനെ എങ്ങനെയെങ്കിലും നാത്തൂൻ രക്ഷിക്കും. കുറ്റം മുഴുവൻ നമ്മുടെ തലയിൽ വരും. നാത്തൂൻ ഈ രംഗത്തൊന്നും ഉണ്ടാവുക പോലുമില്ല. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇനി അതോർത്ത് വിഷമിക്കണ്ട. ഇതിന്റെ പേരില് ആ ഗംഗയെ വെറുതെ വിടാനൊന്നും പറ്റില്ല. ആന്റി ലോക്കിട്ടിരിക്കുന്ന ആ 3 മാസത്തിനുള്ളില് അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. നീ മടുത്തു, നീ ഇനി ഒന്നിനും ഇല്ല എന്ന് കുറച്ചു മുമ്പ് സംസാരിച്ചതോ? അത് ഞാൻ അപ്പോഴത്തെ സങ്കടത്തിന് പറഞ്ഞതാ. ഗംഗ ഇവിടുന്ന് ഓടിച്ച് മഹേട്ടനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ ജീവിത ലക്ഷ്യ. അല്ലാതെ എനിക്കിനി മറ്റൊരു ജീവിതമുണ്ടോ? അമ്മ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ. അത് ശരിയാ, പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? കുത്തിയിരുന്ന് ആലോചിക്കണം. ഒരുത്തനും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത രീതിയില് കുബുദ്ധികളും കുതന്ത്രങ്ങളും ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഓടിക്കണം. എന്നിട്ടെനിക്ക് മഹേട്ടനെ സ്വന്തമാക്കണം. ഈ കൈലാസം സ്വന്തമാക്കണം. ഈ സ്വത്തുക്കളും സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് ഇനിയുള്ള കാലം സുഖിച്ച് ജീവിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.